ഇത്രയും ശക്തമായിട്ട് റെയ്ഡ് നടത്തുകയും ഡാൻസ് ഓഫ് സംഘം ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ചിലപ്പോൾ നേരത്തെ ഉള്ളതായിരിക്കും, അവർക്ക് കൂടുതൽ ടാസ്ക് ഫോഴ്സുകളെ രൂപീകരിച്ച് പണി കൂടുതൽ കൊടുത്ത് റെയ്ഡുകൾ നടക്കുകയും നമ്മൾ പോപ്പുലർ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം അതിനകത്ത് ഈ ലിസ്റ്റിൽ കൂടുതൽ വരികയും അറസ്റ്റുകൾ നടക്കുകയും ചെയ്തതിന്റെ ബേസിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. ഭയങ്കര അറ്റൻഷൻ ഇതിന് കിട്ടിയതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്യം ചെയ്യാൻ ഷാരൂഖ് ഖാനെ വിളിക്കുന്നതിന് റീച്ച് കൂടുതൽ കിട്ടാൻ, അതുപോലെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നിക്കണമെങ്കിൽ സെലിബ്രിറ്റികൾ പിടിക്കപ്പെടുമ്പോൾ ഏത് പോയിന്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗവൺമെന്റ് ആക്റ്റീവായിട്ട് ഇതില് ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും ഗവൺമെന്റിന് അതില് ഗവൺമെന്റിന് ഇടപെട്ടാൽ മാത്രം പോരാ, അത് ഇടപെടുന്നുണ്ട് എന്നുള്ള ഫീൽ ഉണ്ടാക്കണം എന്നുള്ള പ്രശ്നം തുടങ്ങി. അപ്പോഴാണ് പണ്ട് നമ്മുടെ അവിടെ ശരിക്കും നടന്നായിരുന്നു ഇതിന് മുമ്പത്തെ ലഹരി വേട്ടകളായിരുന്നു ഗംഭീരം. അതായത് കിലോ കണക്കിനെ പിടിച്ചായിരുന്നു. അതെ അതെ, ഇത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണാം ഇത്ര കിലോ ആയിട്ട് പിടിച്ചു. പക്ഷെ അതിലൊരു ചെറിയ കോളം ന്യൂസിന്റെ ഇതോ അതിന് ഫോളോ അപ്പ് വരാത്ത രീതിയിലുള്ള പിടിക്കലുകളാണ് നടന്നുകൊണ്ടിരുന്നായിരുന്നു. ഇത് പിടിക്കുന്നത് 9 ഗ്രാം 6 ഗ്രാം എന്ന് പറയുന്ന സാധനമാണെങ്കിലും പിടിക്കപ്പെടുന്ന ആള് വാർത്താ പ്രാധാന്യം കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ഗവൺമെന്റ് ഇറങ്ങി ആ ഒരു പേടിയും പെട്ടെന്ന് ആൾക്കാരിലേക്ക് വരാനത് ഇതല്ല. അതായത് ഒരു സെലിബ്രിറ്റി ലെവലിലുള്ളവനെ പോലും പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ ശരിക്കും പേടിക്കും.